നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. മുണ്ടക്കയിൽ ചൂരൽമല പുനരധിവാസം ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രണ്ടാം ഘട്ട കരട് ബി പട്ടിക പ്രസിദ്ധീകരിച്ചു. വാർദ്ധക്യ സൗഹൃദ ഭവനങ്ങൾ ഉൾപ്പെടെ പുതിയ കാലത്തെ നിർമ്മാണ ആവശ്യങ്ങൾ തിരിച്ചറിയണം, മന്ത്രി കെ രാജൻ. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് മാസത്തിൽ ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ടൗൺഷിപ്പിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ 15 ദിവസത്തിനകം പൂർത്തിയാകും. ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മാർച്ച് 10, 11, 12 തീയതികളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ഒരു കാരണവശാലും സ്റ്റേ ഉണ്ടാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വളരെ വേഗം മുന്നോട്ടു പോകും. ടൗൺഷിപ്പിന് വേണ്ടി ടോപ്പോഗ്രഫിക്കൽ, ജിയോഗ്രഫിക്കൽ, ഹൈഡ്രോഗ്രഫിക്കൽ പരിശോധനകളും ഫീൽഡ് വിസിറ്റും മണ്ണ് പരിശോധനയും പൂർത്തിയായി. ദുരന്തത്തിൽ പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പേരുകളാണ് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലിസ്റ്റുകളിൽ പരാതി നൽകാനുള്ള അവസരം മാർച്ച് 13 വരെയുണ്ട്. 2 ആഴ്ചയ്ക്കകം ലിസ്റ്റ് അന്തിമമാക്കാനാകും. നേരത്തെ ഓരോ വീടിനും 5 സെന്റ് ഭൂമി വീതമാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും നിലവിൽ 7 സെന്റ് ഭൂമി നൽകാനാണ് തീരുമാനം. ഇതിനനുസരിച്ച് ഡിസൈനിൽ മാറ്റം വരുത്തും. സ്പോൺസർമാർ 20 ലക്ഷം രൂപ വീതം നൽകും. ബാക്കി തുക സർക്കാർ വഹിക്കും. പുഞ്ചിരിമട്ടം ഭൂമി സർക്കാർ ഏറ്റെടുക്കില്ല. ദുരന്തബാധിത പ്രദേശങ്ങളിലെ പാലങ്ങളും റോഡുകളും നിർമ്മിക്കും. ബെയിലി പാലത്തിന് പകരമായി 2 പാറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെസ്ക്യൂ പോയിന്റായാണ് പുതിയ പാലം നിർമ്മിക്കുക. ദുരന്തബാധിതർക്ക് 300 രൂപ വീതം നൽകി വരുന്ന സഹായം 9 മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ ആലോചനയുണ്ട്. ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് പകരമായി സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനായി 1000 രൂപയുടെ കാർഡ് നൽകും. ടൗൺഷിപ്പ് ഒഴികെ എല്ലാ പരിഗണനയും ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാടിനും നൽകും. ഇതിനായി ഉടനെ തന്നെ ഉന്നതതല യോഗം ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ദുരന്തബാധിതർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിൽ തുറന്ന മനസ്സാണ് സർക്കാരിനുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും തുറന്ന ചർച്ചകൾക്കും സർക്കാർ തയ്യാറാണെന്നും മന്ത്രി അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസ 1ാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബാംഗങ്ങളെ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീ നേരിൽ കേൾക്കും. കളക്ടറേറ്റ് ആസൂത്രണ ഭവൻ APJ ഹാളിൽ മാർച്ച് 10, 11, 12 തീയതികളിൽ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് വയനാട് ടൗൺഷിപ്പിൽ വീട് വേണമോ, സാമ്പത്തിക സഹായം വേണമോ എന്നത് സംബന്ധിച്ച സമ്മതപത്രം സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ട കരട് 2B പട്ടിക പ്രസിദ്ധീകരിച്ചു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ 70 പേരാണ് 2ാം ഘട്ട കരട് പട്ടികയിൽ ഉൾപ്പെട്ടത്. വാർഡ് 10-ൽ 18 പേരും വാർഡ് 11-ൽ 37 പേരും വാർഡ് 12-ൽ 15 പേരുമാണ് കരട് പട്ടികയിലുള്ളത്. നോഗോ സോണിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദുരന്തം കാരണം ഒറ്റപ്പെട്ടു പോകുന്ന വീടുകൾ, നോഗോ സോൺ പരിധിയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട വീടുകൾ എന്നിവയാണ് 2ാം ഘട്ട കരട് 2B പട്ടികയിലേക്ക് പരിഗണിച്ചത്. പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റ്, മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ഓഫീസ്, വൈത്തിരി താലൂക്ക് ഓഫീസ്, വെള്ളരിമല വില്ലേജ് ഓഫീസ്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും വെബ്സൈറ്റുകളിലും പട്ടിക പരിശോധിക്കാം. 2ാം ഘട്ട കരട് 2B പട്ടിക സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും മാർച്ച് 13 വൈകിട്ട് 5 വരെ വൈത്തിരി താലൂക്ക് ഓഫീസ്, ജില്ലാ കളക്ടറുടെ ഓഫീസ്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വെള്ളരിമല വില്ലേജ് ഓഫീസുകളിലും സബ് കളക്ടർ mndy@gmail.com ഇമെയിൽ വിലാസത്തിലും സ്വീകരിക്കും. അപേക്ഷകളിൽ സബ് കളക്ടർ സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരെ നേരിൽ കണ്ട് ആക്ഷേപങ്ങൾ തീർപ്പാക്കി അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. വിലങ്ങാട് പ്രകൃതി ദുരന്ത ബാധിത മേഖലയിൽ റവന്യൂ റിക്കവറിക്ക് മൊറട്ടോറിയം. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രകൃതി ദുരന്ത ബാധിതമായ വില്ലേജുകളിലെ വായ്പകളിന്മേലും വിവിധ സർക്കാർ കുടിശ്ശികകളിന്മേലും ഉള്ള എല്ലാ റവന്യൂ റിക്കവറി നടപടികൾക്കും കേരള റവന്യൂ റിക്കവറി ആക്ട് 1968 സെക്ഷൻ 83B പ്രകാരം മൊറട്ടോറിയം അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു.
വിലങ്ങാട്, നരിപ്പറ്റ, തൂണേരി, വളയം, ചെക്കിയാട്, തിനൂർ, എടച്ചേരി, വാണിമേൽ, നാദാപുരം എന്നീ വില്ലേജുകളിലെ റവന്യൂ റിക്കവറി കുടിശ്ശികകൾക്കാണ് മൊറട്ടോറിയം ബാധകമാവുക. ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്രിയാത്മകമായി ഇടപെടാനാകണം മന്ത്രി കെ രാജൻ. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തണമെന്നും ഭൂമിയില്ലാത്ത മുഴുവൻ പേർക്കും ഭൂമി ലഭ്യമാക്കാനുള്ള ലക്ഷ്യത്തിന് പിന്തുണ ഉണ്ടാകണമെന്നും നിയമസഭാ സാമാജികരുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാർക്ക് റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഭൂസംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ MLA-മാർക്ക് മുന്നിലെത്തുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ, ലാൻഡ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ, പട്ടയ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിൽ MLA-മാരുടെ PA-മാർക്ക് ഇടപെടാനാകും. പട്ടയ ഡാഷ്ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ഗൗരവത്തിലെടുക്കണം. ഭൂരഹിതരായ ആരും സംസ്ഥാനത്തുണ്ടാവരുത് എന്ന ലക്ഷ്യത്തിനൊപ്പം അർഹരായ മുഴുവൻ പേരെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്നതുകൂടിയുണ്ട്. അതത് മണ്ഡലങ്ങളിൽ ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കാൻ MLA ഡാഷ്ബോർഡ് കൈകാര്യം ചെയ്യുന്ന PA-മാർ ജാഗ്രത പുലർത്തണമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഒട്ടുമിക്കതും ഓൺലൈൻ വഴിയാണ്. വില്ലേജ് ഓഫീസുകളിലൂടെ 12 ഇനത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിലൂടെ ലഭിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഓൺലൈനിലൂടെ കൈകാര്യം ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ദൗത്യം കൂടി സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനായി റവന്യൂ സാക്ഷരതാ യജ്ഞം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇതിലും PA-മാർക്ക് നിർണായക സഹായങ്ങൾ നിർവഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A. ഗീത, ILDM അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ E. മുഹമ്മദ് ഷഫീർ, അക്കാദമിക് ഡയറക്ടർ V. ജയമോഹൻ, നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫെബി വർഗീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർദ്ധക്യകാലത്ത് ആവശ്യമായ പകൽ വീടുകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ കാലികമായ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് കഴിയണമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഭവന നിർമ്മാണ ബോർഡിന്റെ 54-ാം വാർഷികവും വാടക കുടിശ്ശിക നിവാരണ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും തിരുവനന്തപുരം ഭവന നിർമ്മാണ ബോർഡ് ആസ്ഥാനത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1970-ൽ സ്ഥാപിതമായ ഭവന നിർമ്മാണ ബോർഡ് MN ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ വലിയ സംഭാവനയാണ് കേരളത്തിന് നൽകിയത്. ലക്ഷം വീട് പദ്ധതിയിലൂടെ എല്ലാവർക്കും ഭവനം ഉറപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. വിവിധ വായ്പാ പദ്ധതികളിലൂടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിലൂടെയും ജനകീയ പങ്കാളിത്തത്തോടെ ഭൂമി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയോടൊപ്പം പാർപ്പിടങ്ങളും ജനങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങി. പുതിയ കാലത്ത് ഭവന നിർമ്മാണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു നയം രൂപീകരിച്ച് നടപ്പിലാക്കാൻ കഴിയണം. ദുരന്തബാധിത സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും തകർന്നു കിടക്കുന്ന പല നിർമ്മാണങ്ങളും അനുവദനീയമായതല്ല എന്ന തിരിച്ചറിവും ഉണ്ടാകുന്നു. ഏതൊക്കെ നിർമ്മാണ വസ്തുക്കളും നിർമ്മാണ രീതികളുമാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നതിൽ വ്യക്തതയുണ്ടാകേണ്ടതുണ്ട്. അടച്ചുപൂട്ടപ്പെട്ട വീടുകൾ ടൂറിസത്തിന് ഹോം സ്റ്റേകളായി ഉപയോഗിക്കാം എന്ന നിർദ്ദേശം അനുകരണീയമാണ്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്ന കാലത്തിൽ പ്രകൃതി സൗഹൃദ നിർമ്മാണ രീതി പ്രോത്സാഹിപ്പിക്കുകയും അവ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം നിർണ്ണയിക്കുകയും വേണം. ഭവന നിർമ്മാണ ബോർഡ് നടപ്പിലാക്കുന്ന ഗൃഹശ്രീ പദ്ധതിക്ക് ബജറ്റിൽ മുൻ വർഷത്തിനേക്കാൾ ഇരട്ടി തുക വകയിരുത്തിയിട്ടുണ്ട്. പുതിയ മാറ്റമനുസരിച്ച് 2 ലക്ഷം രൂപയ്ക്ക് പകരം 3 ലക്ഷം രൂപ ഗവൺമെന്റ് വിഹിതമായി അനുവദിച്ചിട്ടുണ്ട്. കുടിശ്ശിക സമയബന്ധിതമായി പിരിക്കുന്നതിന് ബോർഡ് താഴെത്തട്ടിൽ വരെ ശ്രദ്ധ ചെലുത്തണം. മറൈൻ ഇക്കോസിറ്റിക്ക് മെയ്യിൽ തറക്കല്ലിടും. പ്രവർത്തന പുരോഗതി ഓരോ ആഴ്ചയിലും റവന്യൂ സെക്രട്ടേറിയറ്റ് വിലയിരുത്തും. 35 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 നില പാർക്കിംഗ്, കൺവെൻഷൻ സെന്റർ, റെസിഡൻഷ്യൽ കമേഴ്സ്യൽ ഏരിയകൾ ഉൾപ്പെടുന്ന പദ്ധതി കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ TV ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷീബ ജോർജ് സ്വാഗതം പറഞ്ഞു. ബോർഡ് അംഗങ്ങളായ മാങ്കോട് രാധാകൃഷ്ണൻ, സുമോദ് K. എബ്രഹാം, അഡീഷണൽ സെക്രട്ടറി K. ബാബു, ചീഫ് എഞ്ചിനീയർ S. മനോമോഹൻ എന്നിവർ സംബന്ധിച്ചു. ചീഫ് പ്രൊജക്ട് എഞ്ചിനീയർ S. ഗോപകുമാർ നന്ദി അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. മെയ് 6 നടക്കുന്ന ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പൂരത്തിന് മുൻപ് സുരക്ഷാ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പൂരം നടത്തിപ്പിൽ ഒരു തരത്തിലുള്ള അനിശ്ചിതത്വവും വരാൻ പാടില്ലെന്നും ആചാരപരമായ കാര്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിലും സുരക്ഷയിൽ വിട്ടുവീഴ്ച വരാത്ത വിധത്തിലുമായിരിക്കണം പൂരം നടക്കേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനം ജില്ലാ ഭരണ സംവിധാനം ഉറപ്പുവരുത്തണം.
സുരക്ഷാ മുൻകരുതലുകൾ, വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളും കോടതി ഉത്തരവുകളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പാക്കണം. കഴിഞ്ഞ വർഷം ഉയർന്നു വന്ന ആക്ഷേപങ്ങളും പരാതികളും ഈ വർഷം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനുള്ള ജാഗ്രത പാലിക്കണം. ഉത്സവം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് ജില്ലാ ജാഗ്രതാ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തണം. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ഇന്റലിജൻസ് മേധാവി P വിജയൻ, വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ്, തൃശൂർ MLA P ബാലചന്ദ്രൻ, തൃശൂർ മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകൾ നടത്തിയ ഒരുക്കങ്ങളുടെ പുരോഗതി വിലയിരുത്താനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ളവും വൃത്തിയുള്ളതും കേടില്ലാത്തതുമായ ഭക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണെന്നും കൃത്യമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊങ്കാല സമയത്ത് പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിവതും കുറയ്ക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. എല്ലാ സർക്കാർ വകുപ്പുകളും കൃത്യമായ സജ്ജീകരണങ്ങൾ ക്രമീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ആന്റണി രാജു MLA, മേയർ ആര്യ രാജേന്ദ്രൻ, ADM ബീന V ആനന്ദ്, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.